ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശീതകാല വിളവുകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, നോൾക്കോൾ അഥവാ കോൾറാബി എന്നീ വിളവുകളെക്കുറിച്ചുള്ള എൻ്റെ കൃഷി അനുഭവങ്ങളാണ്. നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും ആവശ്യമുള്ള വിളകളാണ് ഇവ നാലും. സാധാരണയായി ഇവിടെ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവ കൃഷി ചെയ്ത് തുടങ്ങുക. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്ത് അതിൽ വിത്തുകൾ പാകാം. ചാണകപ്പൊടിക്ക് പകരം കമ്പോസ്റ്റ് ആയാലും നല്ലതാണ്. വിത്ത് പാകുന്നതിനായി പ്രോട്രേകളോ അതുമല്ലെങ്കിൽ ചെറിയ പേപ്പർ ഗ്ലാസുകളോ ഉപയോഗിക്കാം. തണലിൽ വേണം മുളപ്പിക്കാൻ. ചെറിയ തോതിൽ നനച്ചും കൊടുക്കാം. രോഗങ്ങൾ നിയന്ത്രിക്കാനും വളർച്ച ത്വരിതപ്പെടുത്താനും സ്യൂഡോമോണാസ് ലായനിയും ഇതോടൊപ്പം തളിച്ചു കൊടുക്കാം. ട്രൈക്കോഡെർമ എന്ന മിത്ര ബാക്ടീരിയയും സ്യൂഡോമോണാസിന് പകരമായി ഉപയോഗിക്കാം. മണ്ണിൻ്റെ പുളിരസം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരൽപ്പം കുമ്മായിപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. തൈകൾ ഏകദേശം 4 ഇല പരുവമാകുമ്പോഴേക്കും ക്യാനുകളിലേക്കോ അല്ലെങ്കിൽ നിലത്തേക്കോ പറിച്ചു നടാം. നിലത്ത് തൈകൾ നട്ടപ്പോൾ ഏകദേശം 2 ഫീറ്റോളം അകലം പാലിച്ചാണ് ഓരോ ചെടികളും നട്ടത്. മണ്ണ് കിളച്ച് തടങ്ങൾ ഒരുക്കി കുമ്മായിപ്പൊടി വിതറിയതിനു ശേഷം 15 ദിവസം കഴിഞ്ഞ് അടിവളമായി ചാണകപ്പൊടിയും കമ്പോസ്റ്റും അതുപോലെ മുട്ടത്തൊണ്ട് ശേഖരിച്ച് നന്നായി പൊടിച്ചതിന് ശേഷം അതും ചേർത്ത് പിന്നീടാണ് ചെടികൾ നട്ടത്. സാധാരണ ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്ന കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എൻ്റെ കൈവശമില്ലാതിരുന്നതിനാൽ ഫിഷ് അമൈനോ ആസിഡും എഗ് അമൈനോ ആസിഡും പോലുള്ള വളങ്ങളാണ് ഞാൻ ഇതിന് പകരമായി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നീം ലീഫ് വേപ്പിലയും ഉണക്കി പൊടിച്ച് ചേർക്കുകയുണ്ടായി. ഫിഷ് അമൈനോ ആസിഡും എഗ് അമൈനോ ആസിഡും 3 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2 ആഴ്ച കൂടുമ്പോൾ മാറി മാറി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇലതീനി പുഴുക്കളാണ് സാധാരണ ക്യാബേജിനെ ആക്രമിക്കുന്നത്. ഇതിനായി വേപ്പെണ്ണയും വെളുത്തുള്ളിയും കലർന്ന മിശ്രിതമാണ് ഉപയോഗിച്ചത്. 5 ഗ്രാം ബാർ സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഏകദേശം 25 ഗ്രാം വെളുത്തുള്ളി ഇതിലേക്ക് അരച്ച് ചേർക്കാം. പിന്നീട് 25 മില്ലി ലിറ്റർ വേപ്പെണ്ണ കൂടി ചേർത്ത് 6 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പച്ചക്കറി വിളകളിൽ തളിക്കാം. കൂടെ കാന്താരിയും കായപ്പൊടിയും ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. ചെടികളെ ഇടയ്ക്കിടെ നിരീക്ഷിച്ച് പുഴുക്കളെ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയാണ് ഏറ്റവും നല്ല പോംവഴി. പിന്നീട് ആവശ്യമെങ്കിൽ കീടനാശിനി ഉപയോഗിക്കാം. ഏകദേശം 2 മാസമാകുമ്പോഴേക്കും ചെടികൾക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളിൽ ഒന്നായ പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് ചാരം. ക്യാബേജുകൾ ഏകദേശം മൂപ്പത്താറാകുമ്പോഴേക്കും ഇലകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയാൽ പുഴുക്കളുടെ ശല്യം കുറയുന്നതോടൊപ്പം നല്ല ഭംഗിയുള്ള ക്യാബേജുകളും ലഭിക്കും. ഏകദേശം 3-3.5 മാസമാകുമ്പോഴേക്കും ക്യാബേജുകൾ പാകമായി വിളവെടുക്കാനായി തയ്യാറാകും. നല്ല തണുപ്പുള്ള സമയമായതിനാൽ എല്ലാ ദിവസവും നനയുടെ ആവശ്യം വരാറില്ല. മണ്ണിൻ്റെ നനവ് നോക്കി മാത്രമാണ് നനച്ചു കൊടുക്കാറുള്ളത്. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ക്യാബേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്ത കൃഷിയിൽ നിന്ന് കിട്ടിയ ക്യാബേജിന് വലിപ്പം കുറവായിരുന്നു കേട്ടോ. അടുത്തതായി എല്ലാവരെയും എൻ്റെ കോളിഫ്ലവർ കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ക്യാബേജിൻ്റെ കൃഷിരീതികൾ തന്നെയാണ് കോളിഫ്ലവറിൻ്റേതും. വിത്ത് നടുന്ന രീതികളും പരിചരണവും വളപ്രയോഗവും എല്ലാം ഒരുപോലെ തന്നെ. ക്യാബേജിൻ്റെ വിത്തുകൾ പോലെ തന്നെ കടുകുമണിക്ക് സമാനമാണ് കാഴ്ചയിൽ കോളിഫ്ലവറിൻ്റെ വിത്തുകളും. സീഡ്ലിംഗ് ട്രേയിൽ ചകിരിച്ചോറും കമ്പോസ്റ്റുമായി മിക്സ് ചെയ്ത മിശ്രിതത്തിൽ 1 സെൻറ്റിമീറ്റർ ആഴത്തിൽ വിത്തുകൾ പാകാം. പ്രോസസ്സ് ചെയ്ത രൂപത്തിൽ ചകിരിച്ചോർ കൊക്കോപീറ്റ് എന്ന പേരിൽ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അതും ചകിരിച്ചോറിന് പകരമായി ഉപയോഗിക്കാം. ഓരോ വളപ്രയോഗ സമയത്തും ചുവട്ടിൽ മണ്ണ് കൂട്ടിക്കൊടുത്താൽ തണ്ടുകൾ ബലപ്പെടുന്നതിന് ഇത് സഹായിക്കും. കോളിഫ്ലവർ പൂക്കാറാവുന്ന സമയങ്ങളിൽ ഏകദേശം 2 ആഴ്ച ഇടവിട്ട് ചാരം മറ്റു വളങ്ങളോടൊപ്പം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കോളിഫ്ലവറിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിന് കർഡ് എന്നാണ് പറയുക. ഇത് സാധാരണ വിരിഞ്ഞു തുടങ്ങുമ്പോൾ അധികം സൂര്യപ്രകാശമേറ്റാൽ മങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുണ്ടാകാതിരിക്കാനായി ഇലകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ലത്. പുഴുശല്യവും അതുപോലെ തന്നെ വാട്ടരോഗവുമാണ് സാധാരണ കോളിഫ്ലവറിൽ കണ്ടുവരാറുള്ളത്. പുഴുക്കളെ നശിപ്പിക്കുന്നതിനോടൊപ്പം വേപ്പധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കാം. അതുപോലെ സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്ത് നടുകയും ഇടയ്ക്കിടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം.
ക്യാബേജിന് നൽകിയ പരിചരണങ്ങൾ തന്നെയാണ് കോളിഫ്ലവറിന് നൽകി പോകുന്നത്. വളപ്രയോഗമെല്ലാം തന്നെ ക്യാബേജിൻ്റേതുപോലെ. കൂടുതൽ നനവായാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മണ്ണിൻ്റെ നനവ് നോക്കിയാണ് നനവ് ക്രമീകരിച്ചത്, പ്രത്യേകിച്ചും ക്യാനിൽ നട്ടവയ്ക്ക്. പൂഴി കലർന്ന മണ്ണായതിനാൽ ചില സമയങ്ങളിൽ ഒച്ചിൻ്റെ ശല്യം വളരെയധികം കൂടുതലാണിവിടെ. ഇലകളും കായ്കളും തിന്നുക മാത്രമല്ല, വിത്തുകൾ പാകുന്നത് പോലും നശിപ്പിക്കാറുണ്ട്. ഇതിനെതിരെ ഞാൻ ചെയ്യുന്നത് കുമ്മായപ്പൊടി വിതറിയും ഉപ്പുപൊടി വിതറിയുമാണ്. കുറേയൊക്കെ ഇത്തരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 90 ദിവസമാകുമ്പോഴേക്കും വിളവെടുപ്പിന് കോളിഫ്ലവർ പാകമായിട്ടുണ്ടാവും. ശീതകാല പച്ചക്കറികളിൽ ഏറ്റവും ഗുണവും രുചിയുമുള്ളതാണ് ബ്രോക്കോളി. ഇവയെ ബയോ ഫാർമസി എന്ന് വിളിച്ചാലും തെറ്റില്ല. ഫൈബർ റിച്ച്, ക്യാൻസർ റെസിസ്റ്റൻറ്റ്, ബ്ലഡ് ഫോമിംഗ് പ്രോപ്പർട്ടി എന്നിവയോടൊപ്പം ധാതുക്കളും വിറ്റമിനുകളും കൊണ്ട് സമ്പുഷ്ടമാണിവ. ഹൃദയാരോഗ്യത്തിനും നല്ലത്. കോളിഫ്ലവറുമായി ഏറെ സാമ്യമുള്ള ഈ പച്ചക്കറി സാലഡായോ ആവിയിൽ പുഴുങ്ങിയോ അതുമല്ലെങ്കിൽ തോരൻ വെച്ചുമൊക്കെ കഴിക്കാം. കുറച്ചു മാത്രമാണ് ഞാൻ ബ്രോക്കോളി കൃഷി ചെയ്തത്, അതും ആദ്യമായി. കൃഷിരീതികളും പരിചരണവുമെല്ലാം ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെതും പോലെ തന്നെയായിരുന്നു. ക്യാബേജിൻ്റെ കുടുംബക്കാരനായ ശീമമുള്ളങ്കി കോൾറാബി, നോൾക്കോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതും ഞാൻ ആദ്യമായാണ് ഇവിടെ കൃഷി ചെയ്തത്. വളർന്നു വരുമ്പോൾ ക്യാബേജിൻ്റേതുപോലെ തന്നെ മണ്ണിനു മുകളിൽ തണ്ട് ക്യാബേജിൻ്റെ രൂപത്തിൽ രൂപപ്പെടുന്നതാണ് ഇതിൻ്റെ സവിശേഷത. തണ്ടും തളിരിലകളും ഭക്ഷ്യയോഗ്യമാണ്. ക്യാബേജ് കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തത്. തളിരിലകളും അതുപോലെ തണ്ടുകളും ചെറുതായി അരിഞ്ഞ് തോരൻ പോലെ ഉണ്ടാക്കാം. സാലഡായും ഉപയോഗിക്കാൻ കഴിയും. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ക്യാബേജ് പോലെ തന്നെ. ഏകദേശം 2-3 മാസമാകുമ്പോഴേക്കും വിളവെടുപ്പിന് തയ്യാറാകും. മൂത്തു പോകാതെ നോക്കണമെന്ന് മാത്രം. കൃഷിരീതികളെല്ലാം ക്യാബേജിൻ്റേതുപോലെ തന്നെയായിരുന്നു. ബ്രോക്കോളിയും നോൾക്കോലും ഞാൻ കൃഷി ചെയ്തത് നിലത്താണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ മുറിച്ച ക്യാനുകളിലായി ബാൽക്കണിയിൽ അല്ലെങ്കിൽ ടെറസിൽ നല്ല സൂര്യപ്രകാശത്തിൽ കൃഷി ചെയ്യാം. പകുതി ഭാഗം നിറച്ചതിന് ശേഷം തൈകൾ നട്ട് പിന്നീട് വളം കൂട്ടിക്കൊടുത്താൽ മതിയാകും. മണ്ണും അതോടൊപ്പം കൂട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ മറ്റു ശൈത്യകാല വിളവുകളുടെ കൃഷിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാനിടാം. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.